ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ തൈരില്ലാണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2-3 മാങ്ങ നന്നായി തൊലി കളഞ്ഞത്, പിന്നെ വേണ്ടത് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ പാതി മുറി തേങ്ങ ചിരണ്ടിയത്, കുറച്ച് ജീരകം, 2 പച്ചമുളക് നടുവേ കീറിയത്, 2 തണ്ട് വേപ്പില, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ചട്ടി എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മാമ്പഴം ഇടാം. നമുക്ക് മസാല ചേർക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും 1/4 ഗ്ലാസ് വെള്ളവും ചേർക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കറി അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. മാമ്പഴം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അരച്ചത് ചേർക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് ഇളക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഉലുവയും കടുകും വറ്റൽമുളകും താളിച്ചൊഴിക്കാം. ഇളക്കി യോജിപ്പിക്കാം. അത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലെ മമ്മി ഉണ്ടാക്കിയ ഒരു മീൻകറി ഉണ്ട് കേട്ടോ. അത് നമുക്ക് അതും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു അടുത്ത വീഡിയോയിൽ കാണാം.